ഉദ്ദേശം ജനങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് പോകണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം 2 ദിവസമായിട്ട് നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നത്. സോ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം, കുറേ ആൾക്കാർ രാവിലെ ജോലിക്ക് പോകും, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കാം, ഇല്ല ബാക്കി ഉദ്യോഗസ്ഥരല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ BLOമാർ ആ സമയത്ത് സന്ദർശിക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം അവർക്ക് BLO കാണാൻ പറ്റത്തില്ല, പിന്നെ ഫോം കൂടി നൽകാനും സാധിക്കത്തില്ല എന്നുള്ളതാണ് വന്നിട്ടുള്ള ഒരു പ്രയാസം. പിന്നെ നമ്മുടെ സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ ജില്ലാ കളക്ടർമാരുടെ മീറ്റിംഗ് എടുക്കാറുണ്ട്. BLOമാരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് അവർക്ക് ഒരു പ്രയാസമില്ല, അവർ രാത്രി വേണമെങ്കിൽ പോയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ജില്ലാ കളക്ടർമാർ കൂടി അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് രാത്രിയാണെങ്കിലും നമ്മുടെ BLOമാർ അവരെ സന്ദർശിക്കും. അവരുടെ കാര്യങ്ങൾ, ഈ എസ്പെഷ്യലി എനുമറേഷൻ ഫോം വിതരണം അതിനെ പൂരിപ്പിച്ച് നൽകാനുള്ള എല്ലാവിധ നടപടി രാത്രി കൂടി നടക്കും എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജില്ലയിലും ജില്ലാ കളക്ടർമാർ ഈ സമയത്ത് ആവശ്യമുള്ള എല്ലാ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ ഉദ്ദേശം വരുന്ന ഒരു 2 ആഴ്ചനകം നമുക്ക് പരമാവധി ഈ ഫോം വിതരണം ചെയ്യാനും പിന്നെ തിരിച്ച് വാങ്ങാൻ കൂടി സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് 1 മാസം ഉണ്ടെങ്കിലും നമ്മുടെ ഉദ്ദേശം 25 നവംബറിനുള്ളിൽ മുഴുവൻ വോട്ടർമാരുടെ ഫോം വിതരണം ചെയ്യുകയും അതിനെ പൂരിപ്പിച്ച് നൽകാനുള്ള ഒരു പ്രക്രിയയിൽ നമുക്ക് തിരിച്ച് വാങ്ങാൻ കൂടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇതിലെ എല്ലാ ജനങ്ങളുടെ സഹായം സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഉദ്ദേശം താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമല്ല, പക്ഷേ താങ്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാരെ കുറിച്ച് മുൻകൈ എടുത്തിട്ട് നമ്മളോട് സഹായിക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നല്ല ഒരു കോപ്പറേഷനാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലാ കളക്ടർമാർ അവരുടെ ഭാഗത്തിനുള്ള എല്ലാവിധ കാര്യത്തിലും അവർ പറഞ്ഞിട്ടുള്ളത് ഫീൽഡിൽ എല്ലാവിധ സഹായം എല്ലാവരുടെ ഭാഗത്തിനും എല്ലാ ജനങ്ങളുടെ ഭാഗത്തിനും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ എല്ലാ ആഴ്ച നമ്മളൊരു മീറ്റിംഗ് വിളിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ 8-ാം തീയതി കൂടി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് മുൻപ് നമ്മൾ അവതരിപ്പിക്കും. അതുപോലെ തന്നെ അവരുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങളും ഇല്ല ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായം നമുക്ക് വേറെ ഏതെങ്കിലും നിർദ്ദേശങ്ങളുണ്ട്, തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മീറ്റിംഗ് നമ്മൾ 8-ാം തീയതി വിളിച്ചിട്ടുള്ളത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടോ? അത് ഇന്നലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ പ്രസ് റിലീസിൽ വളരെ ക്ലിയറായി പറഞ്ഞിട്ടുള്ളതാണ്. SIR പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് രണ്ടും കൃത്യമായിട്ട് ആസ് പെർ ഷെഡ്യൂൾ എഫിഷ്യൻ്റായിട്ട് നടക്കണം എന്നുള്ളതാണ്. ഇതിനെ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർമാർ ആണ്. അവർ ഇന്നലെ തന്നെ ഒരു വീഡിയോ കോൺഫറൻസ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കും എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു കാര്യമുള്ളത്. പിന്നെ നമ്മൾ SIR തുടങ്ങുന്ന മുൻപ് തന്നെ വളരെ ക്ലിയറായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം 2 കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തിരിക്കും.